ഞാൻ ഇന്ന് നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ലൊരു ചമ്മന്തിയാണ്. അതിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇന്ന് എൻ്റെ പണിക്കാരന് ജൗഹർ എനിക്ക് കുറച്ച് മാങ്ങഞ്ചി പറിച്ച് കൊണ്ടുവന്നു തന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ഓർക്കാപ്പുളി, ഇരുമ്പൻ പുളി ഉണ്ടല്ലോ, അതും കൂടി പറിച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടി വെച്ചിട്ട് നല്ലൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ജൗഹർ എനിക്ക് പറിച്ച് കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇഞ്ചിയാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് അച്ചാറുണ്ടാക്കണ ഇഞ്ചിയാണ്. അപ്പോൾ ഞാനതൊന്ന് പൊട്ടിച്ച് നോക്കി. നല്ല മണം, മാങ്ങയുടെ മണം. അപ്പോൾ മാങ്ങഞ്ചിയാണിത്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട് ഇത് വെച്ചിട്ടുള്ള ചമ്മന്തി. അപ്പോൾ ഞാനത് വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ആ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി കാണിക്കുകയാണ്. ഞാൻ കുറച്ചധികം മാങ്ങഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ചമ്മന്തി കുറച്ച് കൂടുതൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ കുറച്ച് ചമ്മന്തി മതി എന്നുണ്ടെങ്കിൽ വലിയൊരു കഷ്ണം എടുത്താൽ മതി. ഞാനിത് തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നല്ല ഇളം ചൂടോട് കൂടിയിട്ടുള്ള കഞ്ഞി അതിൻ്റെ കൂടെ കൂട്ടി കഴിച്ചപ്പോഴാണ് കേട്ടോ. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നിന്ന് പെയ്യണ മഴയത്ത് ഉച്ചക്ക് ചോറ് തിന്നണതിൻ്റെ മുന്നേ ആയിട്ട് ഒരു 10 to 11 ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ കഞ്ഞി കുടിക്കേണ്ട ഒരു സമയം. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. തൊലി കളഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് മിക്സിയിലാണ് കേട്ടോ ചമ്മന്തി തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നത്. ഇനി അമ്മയിൽ അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം. അപ്പോൾ ചമ്മന്തിക്ക് ഒന്നും കൂടി രുചി കൂടുകയേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ മാങ്ങഞ്ചി മുഴുവനായിട്ടും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 വലിയ സ്പൂൺ അളവിന് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് അധികം ചമ്മന്തി തയ്യാറാക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തേങ്ങ എടുത്തിട്ടുള്ളത്. ഇനി ചെറുതായി മുറിച്ചെടുത്ത മാങ്ങഞ്ചി ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയാണ് ചേർക്കുന്നത്. ഇനി ഉണക്കൽ മുളക് എണ്ണയിലൊന്ന് വറുത്തെടുത്തത് 5 or 6 എണ്ണം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 3 ഓർക്കാപ്പുളി പുളിക്ക് വേണ്ടിയിട്ട് അതും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് അരച്ചെടുക്കുക. ഒന്ന് അരച്ചതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഒരു മാങ്ങഞ്ചി ചേർക്കാൻ തോന്നി. അപ്പോൾ ഞാനൊരു 4 കഷ്ണം കൂടി മാങ്ങഞ്ചി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഓർക്കാപ്പുളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല രുചിയോട് കൂടിയിട്ടുള്ള ഓർക്കാപ്പുളി മാങ്ങഞ്ചി ചമ്മന്തി ഇവിടെ തയ്യാറായി. നിങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ.